എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വർഷങ്ങളായി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇത് നോട്ട് ചെയ്ത് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ഭാഗങ്ങൾ ഉറപ്പായും കവർ ചെയ്യേണ്ടതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ മതിയാകും. തുടർന്നുള്ള ചാപ്റ്റേഴ്സ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ വൺ വേർഡുകൾ ഏതൊക്കെയാണ് മുൻ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പോളിസി ഫോമുലേഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. പോളിസി ഫോമുലേഷൻ ഏത് ലെവലിൻ്റെ ഫങ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പോളിസിയും പ്ലാൻസും ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. Second question, the process by which a manager synchronizes the activities of different departments is known as. ഇത് ഈ വേർഡൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്ററിൽ ടെക്സ്റ്റിൽ 5 ഫങ്ഷൻസ് കഴിയുമ്പോൾ കോർഡിനേഷൻ്റെ മീനിങ് കിടപ്പുണ്ട്. ആ കോർഡിനേഷൻ്റെ മീനിങ്ങിൽ വരുന്ന ഒരു വരിയാണ് ഈ വൺ വേർഡായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത് മനസ്സിലായല്ലോ. കോർഡിനേഷൻ ഈസ് എ മാനേജറിയൽ ഫങ്ഷൻ പെർഫോംഡ് ബൈ മാനേജേഴ്സ് ടു സിങ്ക്രണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ആക്ടിവിറ്റീസിനെ സമന്വയിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു ഫങ്ഷനാണ് കോർഡിനേഷൻ ഒരു മാനേജർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് പെയർ ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ കറക്റ്റ് പെയർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പെയർ തന്നിരിക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. അത് തെറ്റാണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് പ്ലാൻസും പോളിസീസും ഫോർമുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ, ഡിവിഷണൽ ഹെഡ്സ് ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്നാണ് ചോദിക്കുന്നത്. അതും തെറ്റാണ്. ഡിവിഷണൽ ഹെഡ്സ് വരുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ്. മൂന്നാമത്തെ, ഫിനാൻസ് മാനേജർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. ഫിനാൻസ് മാനേജർ വരുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ്. ലാസ്റ്റ് വൺ, ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻസ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അത് കറക്റ്റ് പെയറാണ്. ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സൂപ്പർവൈസർ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. സൂപ്പർവൈസർ വരുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണ്. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ 2023 ചോദിച്ചിരിക്കുന്നത്, ചെയർമാൻ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ചെയർമാൻ ഏത് ലെവലിലാണ് വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ റെലവൻറ്റ് ഫീച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്നുള്ളതിൻ്റെ ഫീച്ചർ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ആ ഫീച്ചർ വരുന്നത് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ടിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, സയൻസ്, പ്രൊഫഷൻ ഇത് നന്നായി പഠിക്കേണ്ടതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നന്നായി മനസ്സിലാക്കേണ്ടതാണ്. ഇനി നോക്കാൻ പോകുന്നത് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ, ഗിവ് എനി 2 ഡയമെൻഷൻസ് ഓഫ് ഇറ്റ്. 2019 2020 ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. 2 മാർക്കിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ഉണ്ട്. 3ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റിൻ്റെ മൾട്ടി ഡയമെൻഷനൽ. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 എക്സാമിന് ചോദിച്ചതാണ്. മനോജ് ഈസ് വർക്കിംഗ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് മെട്രോ ലിമിറ്റഡ്. നെയിം ദ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അറ്റ് വിച്ച് മനോജ് ഈസ് വർക്കിംഗ് ആൻഡ് റൈറ്റ് എനി 1 ഫങ്ഷൻ ടു ബി പെർഫോംഡ് ബൈ ഹിം. അതായത് മനോജ് എന്ന് പറയുന്ന ആൾ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് മെട്രോയിൽ വർക്ക് ചെയ്യുന്നത്. ഈ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷൻ ഏത് ലെവലിൽ ഉൾപ്പെടുന്നതാണെന്നും അതിൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ലെവലാണെന്നുള്ളത് എഴുതുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് ആൻസർ എഴുതിയാൽ അവിടെ 1 മാർക്കും, പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതിയാൽ 1 മാർക്കുമാണ്. അങ്ങനെ 2 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ടിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാൻ ചോദിച്ചിരുന്നു. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേം കോർഡിനേഷൻ. കോർഡിനേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, എക്സ്പ്ലെയിൻ. അതും ടെക്സ്റ്റിലെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു 4ാമത്തെ പോയിൻ്റായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും നന്നായി പഠിക്കുക. ഇത് 2 മാർക്കിനായിട്ട് പഠിച്ചാൽ മതിയാകും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് 2021 സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 3 മാർക്കിനനുസരിച്ച് അത് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഫസ്റ്റ് വൺ ക്ലാസിഫൈ ദ ഫോളോയിങ് പേഴ്സണൽ അണ്ടർ സ്യൂട്ടബിൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ്സിനെ ഏത് ലെവൽസിലോട്ടാണ് മാറ്റേണ്ടതെന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. സ്യൂട്ടബിൾ ലെവൽസിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, മാർക്കറ്റിംഗ് മാനേജർ, സൂപ്പർവൈസർ, CEO, ഫിനാൻസ് മാനേജർ, ഫോർമാൻ, സെയിൽസ് മാനേജർ. ഇതിൽ മാനേജിംഗ് ഡയറക്ടറും CEO ഇവർ രണ്ടുപേരും വരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലും, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, സെയിൽസ് മാനേജർ ഈ 4 മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലും, സൂപ്പർവൈസറും ഫോർമാനും ലോവർ ലെവൽ മാനേജ്മെൻറ്റിലും ഉൾപ്പെടുന്നു. നെക്സ്റ്റ് 2022 സേ എക്സാമിന് ചോദിച്ചൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് 2023 സേ എക്സാമിന് ചോദിച്ചിരുന്നതാണ് വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ്, ലിസ്റ്റ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. അപ്പോൾ ഫീച്ചേഴ്സ് നിർബന്ധമാണ്, എല്ലാ വർഷത്തിലും 2 മാർക്കിനോ 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് കോർഡിനേഷനും. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. 5 ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 5 മാർക്കാണ് അതിന്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് കോർഡിനേഷൻ, എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ്. കോർഡിനേഷൻ തന്നെ പല ഇയറിലും സേ എക്സാമിന് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിർബന്ധമായും കോർഡിനേഷൻ വിട്ടളയാതെ പഠിക്കണം. ഒന്നിൽ 2 മാർക്കാവാം, 3 മാർക്കാവാം, 4 മാർക്കാവാം. 2024 5 മാർക്കിനാണ് കോർഡിനേഷൻ ചോദിച്ചിരുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് 2022 ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരുന്നത് വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ്, ലിസ്റ്റ് ഔട്ട് എനി 4 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. 2023 സേ എക്സാമിന് 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ മുൻ വർഷത്തെ സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ കോർഡിനേഷൻ ഇസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് 1 വേർഡ് സ്ഥിരം ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസ് എടുത്ത് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെ ചോദിക്കുന്നത് മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിർബന്ധമായി ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കണം. ബാക്കി എന്ത് വിട്ടാലും നിങ്ങൾ ഈ 5 എണ്ണം ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.